എന്താണ് പ്രശ്നം? പറയും എന്താണ് അവന് കഴിക്കാതെ വന്ന ചോറ്? തിന്നാൻ വരികയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് എണീച്ച് തിന്ന്. എന്താ ചെയ്യാ? ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചിങ് ആൻഡ് ഫുൾ പരിപാടിയിലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെണ്ണെടുക്കുന്ന എല്ലാ പരിപാടിയും ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. ഇന്നിപ്പോ ആശുവിനെ കുളിപ്പിച്ച് മാറ്റിച്ച് ക്ലാസ്സിലേക്കൊക്കെ പറഞ്ഞയച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെമിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഷെമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് നല്ല അടിപൊളിയായിട്ടും കൊണ്ട് നിൽക്കും, പിന്നെ ഒറ്റക്ക് എടുക്കാൻ അതില്ലേ മറ്റേ ബലൂണൊക്കെ വീർപ്പിച്ചിങ് അതിന്റെ വിടുമ്പോലെ പെട്ടെന്ന് നമുക്ക് കാറ്റ് കഴിഞ്ഞു പോകില്ലേ, അതുപോലെ ഷെമി ഇങ്ങനെ വീണു പോവുകയാണ്. ഞാനിവിടെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നന്നാക്കി ഇങ്ങാറ്റൊക്കെ നിൽക്കുകയാണ്. ആവശ്യം ചവിട്ടി കൂട്ടിങ്ങാണ്ട് ഇവിടെയൊക്കെ നാശാക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ആശുവിനെ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ. ആശു ഫുൾ ബിസിയാണ്, പഠന ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിത്തിയായിട്ട് എന്നോട് ഇന്നലെ പറഞ്ഞു, ഡാഡ ഞാൻ പഠിക്കുകയാണ്, ഡാഡ കളിച്ചോ, ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓളെങ്കിലും പഠിച്ചിങ്ങനെ ഏതെങ്കിലും എത്തിട്ട്. അപ്പോൾ ഏതായാലും നാളത്തെ വീഡിയോയിലൊക്കെ ആശു ഉണ്ടാവും. ഇന്നിപ്പോൾ ഏതായാലും ആശുവിന് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ബിസി ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആവശ്യമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമി ഒരു മിനിറ്റ്, ഷെമിൻ്റെ കാര്യം ഓക്കെ വാ. അപ്പോൾ ഷെമിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസ്, ഷെമിയായി ഹൗ ആർ യു? കിടന്നോ? എന്താണ് ഷെമി, എന്താ സംഭവം? പ്രശ്നം പറയൂ. ഇവളെന്താന്നറിയോ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്, ഇവക്ക് പ്രസവിക്കുന്ന കാര്യമൊക്കെ ഇവളോട് ചോദിച്ച സമയത്ത് ഇവള് പറഞ്ഞു ഞാൻ 1 അല്ല 2 അല്ല 3 അല്ല 4 പ്രസവിക്കാൻ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ എന്റെ അഭിപ്രായം? അല്ല അങ്ങനല്ല, ആ 4 അല്ല ഉദ്ദേശിച്ചത്, ഇനി അങ്ങോട്ട് 4 എന്നല്ല ഈ പറഞ്ഞേ. ഇത് പറയും എന്തെങ്കിലും സംസാരിക്കേ. അങ്ങനെയൊക്കെയാണ് ഷെമിന്റെ സംസാരങ്ങള്. പിന്നെ എന്താ, ഞാൻ ഷെമിനോട് പറഞ്ഞു, ഷെമി എനിക്ക് ആവുമോ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാലൊക്കെ പ്രസവിക്കലേക്ക് വന്നാൽ നമുക്ക് ആക്കുന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റാർട്ടിങ്ങില്. അപ്പൊ എന്നോട് പറയാ അതിൻ്റെയൊക്കെ ഇപ്പൊ ഞാൻ 1, 2, 3 ഞാൻ എനിക്ക് എത്രയും പ്രസവിക്കാം, എനിക്ക് എത്ര ആണോ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ ആളെ അപ്പോഴേക്ക് ഇപ്പൊ ഇന്നലെയൊക്കെ പറയുന്നത് എന്താ അറിയോ, ഇനി പരിപാടിക്ക് ഞാനില്ല, ഇനി എത്ര മാസം ഉണ്ട് അങ്ങനെയൊക്കെ. 2 വാക്കാരുള്ളു, എന്തെങ്കിലും 2 വാക്ക്. ഇവിടെ ഒരു കാര്യം പറയില്ല. പിന്നെ കഴിഞ്ഞാൽ ആർക്കെടുത്ത് ആർക്കെടുന്നോ ആട്ടെ ഫാനുണ്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള്. അപ്പൊ അങ്ങനെ മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് എത്രത്തോളം ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കഴിഞ്ഞാൽ ഇവിടെ രാവിലെ ഫുഡൊന്നും ഇല്ല, ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ലേറ്റ് ഇട്ടാട്ടെ, ആരാളറിയട്ടെ ലേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടുത്തെ അവസ്ഥ കഴിഞ്ഞാൽ ഇപ്പൊ ഫുഡൊന്നും രാവിലെ ഇല്ലാത്തത് കൊണ്ട് മൂത്താപ്പ അവിടെ ആണ്ടിന്റെ ഇറച്ചി ആണ്ടിനൊക്കെ കൊടുക്കുന്ന ചോറില്ലേ, മഞ്ഞച്ചോറ്. ഷെമിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞച്ചോറ്. അപ്പൊ മുത്താപ്പ രാവിലെ അവിടെ പോയി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പൊ കുറച്ച് തൂക്കുപാത്രത്തിൽ കൊണ്ടുവന്നിക്കണ്. അപ്പൊ അത് കഴിച്ചോന്നൊക്കെ അത് എന്നെ വിളിച്ചു പറഞ്ഞ് കുറച്ചുണ്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കാണ്. അങ്ങനെ ഞാനവിടെ പോയി വാങ്ങി കൊണ്ടുപോയതാണ്, ഫുഡൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട്. എന്നിട്ട് ഷെമി എനിക്ക് ഉണ്ടാക്കണം മഞ്ഞച്ചോറ് എടുക്കട്ടെ, മഞ്ഞച്ചോറ് വേണമെന്ന് പറഞ്ഞ് ഞാനാണ് ഷെമി. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ മൂത്താപ്പന്റെ അടുത്ത് പോയി വാങ്ങിയത്. ഷെമിയായി എനിക്ക് മഞ്ഞച്ചോറ് വേണമെന്ന് അറിഞ്ഞില്ല ഞാൻ. ഇതൊരു പോയി ലൈറ്റൊക്കെ ഓക്കെ. അപ്പൊ ഷെമി മഞ്ഞച്ചോറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മഞ്ഞച്ചോറ് കൊണ്ടുവന്നു. ഇനി എന്താ കഴിക്കാത്ത മഞ്ഞച്ചോറ്? തിന്നാൻ വരികയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് എണീച്ച് തിന്ന്. എന്താ ചെയ്യാ? ഓക്കെ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഞാൻ ഇന്നൊരു കെയറിങ് ഹസ്ബൻഡാണ് വേണ്ടേ. ഓക്കെ. അപ്പൊ ഏതായാലും എന്തെങ്കിലും ജ്യൂസായിട്ട് അടിച്ചു കൊടുക്കട്ടെ ഗൈസ്, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ. ഓള് വീണ് പോയാൽ പിന്നെ ഇവിടെ ഫുഡ് വെക്കണ കാര്യമൊക്കെ അവതാളമാണ്, ട്രാപ്പാണ് ഗൈസ് ഫുഡ് വെക്കണ കാര്യങ്ങളൊക്കെ. അപ്പൊ ഗൈസ് ജ്യൂസ് അടിക്കാന് ക്യാരറ്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ മിക്സി വാങ്ങിയ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞേ മിക്സി വെറുതെ വാങ്ങുകയാണ്, കാരണം ഈ ജാറൊന്നും ആരും ഉപയോഗിക്കൂല, വാങ്ങുമ്പോൾ വലിയൊരു സംഭവമായിട്ട് ഉപയോഗിക്കാന്നല്ലാണ്ട് വേറെ ആരും ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ എടുക്കും ഉപയോഗിക്കലുണ്ട്, കാരണം എനിക്ക് മടിയുള്ളവരാണ് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാ, ഓള് തീരെ ഇത് എടുക്കൂല. അത് വെറുതെ വാങ്ങി വെച്ചോണോ, ഞാനാണിത് എടുക്കലും കട്ട് ചെയ്യലും. നിങ്ങൾക്ക് അറിയാലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാനാണ് ഇവിടെ ചെയ്യലിപ്പോ. ഞാനില്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കാത്തൊരവസ്ഥയൊക്കെയാണ് എത്തിയത്. പിന്നെ പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ സംസാരിക്കുന്ന എന്നെ മാറിപ്പോണ്ട്, എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിങ്ങനെ പോല.
മടി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, സംഭവം ഇതൊക്കെ തന്നെയാണ്. പിന്നെ മഞ്ഞച്ചോറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേനോ, മഞ്ഞച്ചോറിന്റെ ഞാൻ പറഞ്ഞില്ലേനോ വിസ്ത. ഓ ഇതാക്കണ ഇങ്ങോട്ടേക്ക് തൂക്കുപാത്രത്തിൽ മഞ്ഞച്ചോറ് കൊണ്ട് തന്നതിന്. ഇതാ കറിയുണ്ട്, മഞ്ഞച്ചോറുണ്ട്. മഞ്ഞച്ചോറ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. മഞ്ഞച്ചോറ് മറ്റൊക്കെ ഇഷ്ടമാന്നൊക്കെ പറയാം. ഇനി ഓള് പറയുന്നതൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മള് കഷ്ടപ്പെട്ട് ഞാൻ അവിടെയൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട്, അല്ല കഷ്ടപ്പെട്ട മുത്താപ്പാണെങ്കിലും ഞാൻ അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നില്ലേ, എന്നിട്ട് ഓളെ തിന്നില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. ഓള് ക്ഷമിയായി മഞ്ഞച്ചോറുന്നാ ഞാൻ തിന്നാട്ടെ, എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് വിശക്കണ് കേട്ടോ. എനിക്ക് വേണമെന്ന് തന്നെ അവിടെ കുത്തിരുന്നാലും പരിപാടി എടുക്കൂല. എനിക്ക് വേണമെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്ന് തിന്നോ. ഞാൻ തിന്നാണേ. എന്നാ നമ്മ തിന്നിട്ട് വീഡിയോ എടുക്കാം അല്ലേ എംബാസേ. തിന്ന പ്ലേറ്റ് ഇടാല്ലേ, പ്ലേറ്റ് ഇടാ, തിന്നിട്ട് വീഡിയോ എടുക്കാം. എന്താ തിന്നോ? എനിക്ക് ആളില്ലല്ലോ, എനിക്ക് ആളില്ല എന്നല്ലേ പറഞ്ഞിനെ. ഇവൾക്ക് ആളില്ല എന്നായി പറഞ്ഞേ. ഇപ്പൊ മഞ്ഞച്ചോറ് തിന്നാൻ വേണ്ടി വന്നതാ. കഴിച്ചോ? കാരണം നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരുന്നാല് നമ്മളാകെ ഡൗണായിരിക്കും. എനിക്ക് ഞാൻ അതിന്റെ കൂടെ വേറെ തമിഴ് തരാം, തുണി തരാം. അപ്പൊ പിന്നെ എനിക്ക് ഇത് രണ്ടും കൂടി ആയിട്ട് നല്ല വൃത്തി കഴിക്കാം. ഓക്കെ സെറ്റ് അല്ലേ? ആ എന്താ വെറൈറ്റി പിടിച്ചാണ്. ഇതൊക്കെ ഇത് ഓണാക്കിയപ്പോഴേക്ക് എന്തോ വരുന്നതാ. ഇത് കെഗ്ഗീന ക്ഷമി. ആ കെഗ്ഗിയതാ, ഞാൻ കെഗ്ഗിക്ക്, എനിക്കറിയാലോ. അയ്യവാ അങ്ങോട്ടൊക്കെ മഞ്ഞച്ചോറ് ഇറച്ചിക്കറി. പക്ഷെ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നേർച്ചച്ചോറിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇറച്ചിയൊക്കെ കുറവായിരിക്കും, വെറും വാക്ക കഷ്ണവും പിന്നെ പൂളക്കഷ്ണം ഒക്കെ ആണ് ഉണ്ടാവുക. വാക്ക പച്ചക്കായ ഇല്ലേ, പച്ചക്കായ്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ അല്ലേ പച്ചക്കായ്ക്ക് പറയാ. ഓ ഇത് ഏടതിന്റെ കോലി. ആ കിട്ടി. സിമി ആടൊക്കെ ഫാസ്റ്റ് ആക്കല്ലേ, മെല്ലെ മെല്ലെ കഴിക്കിട്ടോ. ഇതാണ് ഇതിന്റെ പ്രശ്നം. എന്റെ വൈറ്റ് ഷർട്ടൊക്കെ നാശാവില്ല എനിക്ക്. കുറച്ച് വെള്ളം ചേർക്കലേ. അയ്യവാ മഞ്ഞച്ചോറും ക്യാരറ്റ് ജ്യൂസും റെഡി. മഞ്ഞച്ചോറും ക്യാരറ്റ് ജ്യൂസും. ഞാൻ മറ്റേ വില വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അറിയോ ബൂംബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമില്ലേ, ബൂംബ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ഞാനത് അതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ എനിക്ക് ഇങ്ങനെ തോന്നുക, അതുപോലെ കണ്ടോന്നൊക്കെ. അതുപോലല്ല, എന്നാലും വെറൈറ്റിക്കായിട്ട് പറഞ്ഞതാണ്. ക്ഷമയായി ഏടങ്ങി. പഞ്ചസാര ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഹോട്ടലിലേക്ക് പോകേണ്ട രീതിയിലാണ് പറ്റുന്നത്. ഇവക്കിപ്പോ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവക്കിപ്പോ എന്ത് ലൈഫാ ഇതാക്കണ. ഇങ്ങനെ ഇങ്ങനെ ചോറൊക്കെ തിന്ന രാവിലെ തന്നെ എണീച്ച് എങ്ങനെ ഇതൊക്കെ ജ്യൂസ് ചോറ് ആര് ഞാനവിടെ വാങ്ങിക്കൊണ്ടുവന്നിട്ടല്ലേ. ഞാൻ എവിടെ പോയി മൂത്താപ്പന്റെ അവിടെ പോയി വാങ്ങിക്കൊണ്ടുവരിക. രണ്ട് അടി നടക്കാനേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പോയി വാങ്ങിക്കൊണ്ടുവരാനല്ലെങ്കിൽ കണക്കറിയാണേ. കണക്ക് പറഞ്ഞതായപ്പോ ഞാൻ തമാശ പറഞ്ഞല്ലേ, നീ അതും സീരിയസ് ആക്കിയോ?
ആവരട്ടോ എന്നെ കൊണ്ട് ഇനി ഇല്ലിക്കട്ടെ കേസാട്ടോ എന്റെ ക്ഷമേ. എന്താ തന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ? എന്നോടൊന്നും തോന്നെ മിണ്ടണ്ടാതന്നെ. ഇല്ല, ഞാൻ മിണ്ടില്ല, ഞാൻ പോവുക. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോട്ടെ. എനിക്ക് ബിരിയാണിയാണോ ഉച്ചക്ക്? പിന്നെ എന്താ വേണ്ടി? വെറുംചോറ് ഉണ്ടാക്കാം. വെറുംചോറ് ഉണ്ടാക്കേ? വെറുംചോറ് ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസ് അടിച്ചല്ലോ ഞാന്. ഉണ്ടൂല. ഇനിയില്ല, ഒക്കെ കഴിഞ്ഞു. പിടിച്ചതൊക്കെ ഞാൻ എടുത്ത്. അത് 3-4 ക്യാരറ്റ് ഉണ്ട് സാധനം. ആ, അത് സംഭവം വേറെ എല്ലാവരും എന്താ അറിയാ എടുക്കാത്ത കാരണം എനിക്ക് ഇപ്പൊ മനസ്സിലായി. കുറച്ച് എക്സ്പെൻസീവാ. കാരണം ഇത് 3 ക്യാരറ്റിന് എത്ര റുപ്യ ഉണ്ടാവും? 50-60 റുപ്യൊക്കെ ഉണ്ടാവും. മതി. 60 റുപ്യന്റെ ജ്യൂസാ. ആ, പക്ഷെ അങ്ങനെ ബാക്കിയുള്ള ഷോപ്പിലൊക്കെ ജ്യൂസിൽ വെള്ളം ചേർക്കല്ലോ. വെള്ളം ചേർക്കാണ്ട് വെറും സത്ത് മാത്രം. ഓക്കെ, ഏതായാലും കഴിക്ക്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പം ഇനി എന്തെന്നാണ് ഇനിയും പ്രസംഗിക്കാനാവോ? അല്ല, എന്താ കാര്യം? ഡയലോഗ് അടി അതൊന്നും ഇല്ല ഇപ്പൊ. 5, 6, 7 ഒക്കെ ആവുന്നായി പറഞ്ഞത്. ഇപ്പൊ എത്ര എണ്ണായി? 2 എണ്ണായിട്ടല്ലോ. നോക്കാം നമ്മള്. ഓക്കെ, അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ബൈ ബൈ. നാളെ കാണാം അല്ലേ? ഓക്കെ. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? സാധനം ടേസ്റ്റ് ഉണ്ടോ? അത് നേർച്ച ചോറ് ഭയങ്കര ടേസ്റ്റാ, പ്രത്യേക ടേസ്റ്റാ.